എല്ലാവർക്കും സാദര നമസ്കാരം. ആത്മാന്വേഷണത്തിൻ്റെ പുതിയ ഒരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ ചിലർ വിജയിക്കുന്നു, ചിലർ വിജയിക്കുന്നില്ല. എന്താണ് കാരണം? ചിലരെ ഭാഗ്യദേവത കടാക്ഷിക്കുന്നു, ചിലർക്ക് ഒരിക്കലും ജീവിത സൗഭാഗ്യങ്ങൾ കൈവരുന്നതേയില്ല. ചിലർ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പാടുമായി ജീവിക്കുന്നു. അങ്ങനെ ജീവിതാന്ത്യം വരെയും അവർക്ക് കഷ്ടപ്പാടും ദുഃഖവും ഒക്കെയായി അവരുടെ ജീവിതം തീർന്നു പോകുന്നു. ചിലർക്കാവട്ടെ വളരെ നല്ല അനുഭവങ്ങൾ മാത്രമുണ്ടാകുന്നു. തൊടുന്നതെല്ലാം പൊന്നാകുക എന്ന് പറയുന്നത് പോലെ അവർ ഏർപ്പെടുന്നതിൽ എല്ലാം വിജയമുണ്ടാകുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? അവരുടെ സമയമാണോ? അവർക്ക് അനുകൂലമായ ശുഭാശുഭ നക്ഷത്രങ്ങളുടെ സ്വാധീനമാണോ? എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം സൗഭാഗ്യങ്ങൾ ഉണ്ടാവുന്നത്, ചിലർക്ക് അവ ഇല്ലാത്തത്? ഈ വിഷയത്തിലേക്ക് നമുക്ക് ഒന്ന് പരിശോധന നടത്താം. ഒരിക്കൽ ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട്, അദ്ദേഹം ഒരു ചെറിയ ബാലനായിരുന്ന കാലത്ത് തെരുവിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു കൈനോട്ടക്കാരനെ കണ്ടു. അയാൾ ആളുകളെ അടുത്ത് വിളിച്ച് കയ്യിലെ വരകൾ നോക്കി, ഹസ്തരേഖകൾ നോക്കി ഫലം പറയുകയാണ്. അത് കണ്ട് കൊച്ചു നെപ്പോളിയന് കൗതുകം തോന്നി. അദ്ദേഹവും അയാളുടെ അടുത്ത് ചെന്നിട്ട് കൈവെള്ള നിവർത്തി കാണിച്ചിട്ട് ചോദിച്ചു, എൻ്റെ ഹസ്തരേഖകൾ ഒന്ന് നോക്കൂ, എന്നിട്ട് പറയൂ, ഞാൻ ചക്രവർത്തിയാകുമോ? അപ്പോൾ കൈനോട്ടക്കാരൻ ആ കൈവെള്ളയിൽ നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, നീ ചക്രവർത്തിയാകില്ല. എന്താ കാരണമെന്ന് അപ്പോൾ നെപ്പോളിയൻ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതാ, നിന്റെ ഈ ഭാഗത്ത് ഒരു ഭാഗ്യരേഖ വേണമായിരുന്നു. ആ ഭാഗ്യരേഖ ഇല്ലാത്തത് കൊണ്ട് നീ ചക്രവർത്തിയാവില്ല. അപ്പോൾ നെപ്പോളിയൻ പെട്ടെന്ന് കൈവശമുണ്ടായിരുന്ന ബ്ലേഡ് എടുത്ത് അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിൽ ഒരു പുതിയ ഭാഗ്യരേഖ വരച്ചു ചേർത്തു. ചോരയൊലിക്കുന്ന ആ കൈയുമായി കൈനോട്ടക്കാരനോട് ചോദിച്ചു, ഇപ്പോൾ പറയൂ, ഞാൻ ചക്രവർത്തിയാകുമോ? അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങ് ചക്രവർത്തിയാകും എന്ന് മാത്രവുമല്ല, അങ്ങ് ലോകത്തെ മുഴുവൻ കാൽക്കീഴിലാക്കും. കാരണം ആ വര വരച്ചത് അങ്ങ് തന്നെയാണ്. നമ്മുടെ വരകൾ നാം ആണ് വരയ്ക്കേണ്ടത്. നമ്മുടെ ഭാവിയെ പറ്റിയുള്ള, പ്രതീക്ഷയെ പറ്റിയുള്ള, വിജയത്തെ പറ്റിയുള്ള വരകൾ നാം തന്നെ വരയ്ക്കുകയാണെങ്കിൽ അത് ദൃഢനിശ്ചയത്തിൻ്റെ തെളിവാണ്. ദൃഢനിശ്ചയമാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം. ഒരു വിജയി എപ്പോഴും തൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടേയിരിക്കും. തൻ്റെ ലക്ഷ്യം നേടുന്നതിനായി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും, ചിന്തിച്ചു കൊണ്ടിരിക്കും. അയാളുടെ ചിന്തയിൽ മറ്റ് ചിന്തകളൊന്നും തന്നെ ഇടകലർന്നെത്തില്ല. നമ്മുടെ ചിന്തയിൽ എന്താണോ നാം നേടേണ്ടത്, എന്താണോ നമുക്ക് കരഗതമാവേണ്ടത്, അത് മാത്രമാണ് നമ്മുടെ ചിന്തയിൽ ഉണ്ടാവേണ്ടത്. മറ്റ് ചിന്തകൾ നമ്മുടെ പ്രധാന ലക്ഷ്യത്തെ തടസ്സപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് നാം ലക്ഷ്യപ്രാപ്തിക്കായി നാം സ്വയം ഒരുങ്ങുകയാണെങ്കിൽ, നാം അതിനുവേണ്ടി നമ്മെ സ്വയം പ്രിപ്പയർ ചെയ്യിക്കുകയാണെങ്കിൽ, നമുക്ക് ഈ ഭൂമിയിൽ ലഭ്യമായ സമയത്തെ പരമാവധി വിജയകരമായി വിനിയോഗിക്കാൻ നാം ദൃഢനിശ്ചയം എടുത്ത് പുറപ്പെട്ടാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തികളും നമ്മോട് ചേർന്ന് നിൽക്കും. നമ്മെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് നാം എടുക്കുന്ന ദൃഢനിശ്ചയമാണ് നമ്മുടെ വിജയത്തിന് അടിസ്ഥാനം. അല്ലാതെ നമ്മുടെ തലേവരെയോ നമ്മുടെ ജനന സമയത്തുണ്ടായിരുന്ന ഗ്രഹങ്ങളുടെ ശുഭാശുഭ നിലയോ നമ്മളുടെ കൈവെള്ളയിലെ രേഖകളോ അല്ല. നാം തന്നെ വരയ്ക്കുന്ന ജീവിതരേഖകളാണ് നമ്മെ വിജയത്തിലെത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ വിജയരേഖ, ഭാഗ്യരേഖ അത് നാം തന്നെയാണ് വരയ്ക്കേണ്ടത്. സ്വാഭാവികമായി കൈവെള്ളയിലുള്ള രേഖകളല്ല നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നത്.
നമ്മുടെ തലയ്ക്ക് മുകളിൽ നാം ജനിക്കുന്ന സമയത്തുണ്ടാകുന്ന ഗ്രഹങ്ങളല്ല, ഗ്രഹയോഗങ്ങളല്ല, ഗ്രഹപകർച്ചകളല്ല നമ്മെ വിജയത്തിലെത്തിക്കുന്നത്. നമ്മുടെ തലയ്ക്കുള്ളിലുള്ള, നമ്മുടെ ബുദ്ധിയിലുള്ള ദൃഢനിശ്ചയമാണ്, ചിന്തയുടെ തീവ്രതയാണ്, നമ്മുടെ മനോവ്യാപാരങ്ങളിലെ വേഗതയാണ് നമ്മെ വിജയത്തിലെത്തിക്കുക. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് വേഗത കൂട്ടുക, പ്രവർത്തനത്തിന് വേഗത കൂട്ടുക. ലഭ്യമായ സമയത്തെ, പരിമിതമായ സമയത്തെ ഏറ്റവും ഫലവത്തായി വിനിയോഗിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. അതാണ് നെപ്പോളിയൻ തുടങ്ങിയ മഹത്തുക്കളിൽ നിന്ന് ലോകത്തിന് കിട്ടിയ പാഠം. ഈ ഒരു വിഷയം ഏവരുടെയും ശ്രദ്ധയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ലക്കം ഇവിടെ നിർത്തുകയാണ്. ഇനി സമാനമായ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.